ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്കൊരു വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കാം. ഇത് നൂൽപുട്ടിനും പുട്ടിനും പൊറോട്ടയ്ക്കും അപ്പത്തിനും അതുപോലെ തന്നെ ചപ്പാത്തിക്കും ദോശയ്ക്കും ഒക്കെ സൈഡ് ഡിഷ് ആയിട്ട് എടുക്കാൻ പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു കറിയാണ്. പിന്നെ കുറേ വെജിറ്റബിൾസ് ഒക്കെ ഇട്ടുണ്ടാക്കണ കാരണം കൊണ്ട് നല്ല ഹെൽത്തിയാണ്. ഒരുവിധം എല്ലാവർക്കും കുറുമ ഉണ്ടാക്കാനൊക്കെ അറിയണുണ്ടാവും. ഇന്ന് ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കി എന്നുള്ളത് കാണിക്കാം. ഞാൻ ഈ കുറുമയിൽ കുറച്ചധികം തന്നെ പച്ചക്കറി ചേർത്തുണ്ട്. അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഒരു വലിയ സൈസ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ക്യാരറ്റിൻ്റെ പകുതി, ക്യാരറ്റ് നല്ല വലുതായിരുന്നു, അതുകൊണ്ട് അതിൻ്റെ പകുതി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. പിന്നെ ഒരു 4-5 ബീൻസ് എടുത്തിട്ടുണ്ട്. ഒരു കോളിഫ്ലവറിൻ്റെ പകുതി നല്ല തിളച്ച വെള്ളത്തിൽ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ടിട്ട് അതിലിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കപ്പ് ഗ്രീൻ പീസ്. ഇത് പച്ച ഗ്രീൻ പീസാണ്, അല്ലാതെ ഉണങ്ങിയത് കുതിർത്തെടുത്തതൊന്നുമല്ല. പിന്നെ ഒരു ചെറിയ സവോള, ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഒരു ചോട് കട്ടിയുള്ള ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് ഈ പച്ചക്കറികളൊക്കെ ആ പാത്രത്തിലേക്ക് ഇടാം. ഗ്രീൻ പീസ് പച്ച ഗ്രീൻ പീസ് ആയതുകൊണ്ട് ഇത് കുക്കറിലിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ വേവിച്ചാൽ തന്നെ നന്നായി വെന്ത് കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ പച്ചക്കറികളും ഒരുമിച്ചിട്ടാണ് വേവിക്കുന്നത്. ഇനി ഇതെല്ലാം വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, അതുപോലെ തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഞാനിതിൽ ഗരം മസാലയുടെ പൊടി ചേർക്കണില്ല. അതിന് പകരമായിട്ട് ഞാനിവിടെ ഒരു 2 കഷ്ണം പട്ട, ഒരു 4-5 ഗ്രാമ്പു, അതുപോലെ തന്നെ ഒരു 2-3 ഏലക്കായ, ഇത്രയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായി വേവിച്ചെടുക്കാം. ഈ പാത്രം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം, അപ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഈ കഷ്ണങ്ങളൊക്കെ അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേനും നമുക്ക് അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു അരമുറി തേങ്ങ ചിരവി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 3 പച്ചമുളക്, 1/4 ടീസ്പൂൺ പെരിഞ്ചീരകം, അതുപോലെ ഒരു 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ചിട്ട് പച്ചമുളകിന്റെ എണ്ണം കൂട്ടുക കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇവിടെ കുറച്ച് എരിവ് കൂടുതൽ വേണം, അതുകൊണ്ട് തന്നെ ഞാൻ 3 എണ്ണം എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൽ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുറച്ച് കാഷ്യൂനട്ടാണ്. കാഷ്യൂനട്ട് തേങ്ങയുടെ കൂട്ടത്തിൽ നന്നായി അരയാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഇതെല്ലാം കൂടെ ഒന്ന് ചേർക്കാം. കൂട്ടത്തിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ടുള്ള കാഷ്യൂനട്ടും കൂടി ചേർക്കാൻ മറക്കരുത്. ഇനി പാകത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം, ഒട്ടും തരിതരിപ്പ് പാടില്ല. ഇപ്പം നമ്മളെ പച്ചക്കറികളൊക്കെ ഇവിടെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. കഷ്ണങ്ങളൊന്നും ഉടഞ്ഞു പോയിട്ടില്ല, നല്ല പാകത്തിനുള്ള വേവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഗ്രീൻ പീസൊക്കെ നന്നായി വെന്തുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള തേങ്ങ ചേർക്കാം. തേങ്ങ ചേർത്തതിന് ശേഷം എല്ലാം കൂടെ നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാനായിട്ട് വിടരുത്. നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് സൈഡിലൊക്കെ ഒരു തള വന്ന് തുടങ്ങുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം. ഒരുപാട് തിളച്ചിട്ടുണ്ടെങ്കിൽ കറിയുടെ ടേസ്റ്റ് തന്നെ മാറും. ഇപ്പം നമ്മൾ കറി ഇവിടെ ഏകദേശം റെഡി ആയതുകൊണ്ട് ഇനി നമുക്കിതൊന്ന് വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്ന് അതിലേക്ക് കുറച്ച് കടുക് ചേർക്കാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറിവേപ്പിൻ്റെ ഇലയും ഉണക്കമുളകും കൂടെ ചേർക്കാം. ചിലരൊക്കെ വറുത്തിടുമ്പോൾ ചെറിയ ഉള്ളിയും കൂടെ മൂപ്പിച്ച് ചേർക്കണ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാൻ ഇന്ന് ഇത്ര ഇടണുള്ളൂ. മുളകൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് കറിയിൽ ചേർക്കാം. ഇപ്പം നമ്മൾ അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെജിറ്റേറിയൻസിനൊക്കെ ഒരു നല്ല ഓപ്ഷനാണിത്. കാഷ്യൂനട്ടൊക്കെ ചേർത്ത കാരണം കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഗ്രേവി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.